അള്ളാന്റെ ദീനിനെ കളിയാക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ എത്ര ആളുകളാണ്. അല്ലാഹുവേ, പർദ്ദയിട്ട ഒരുപാട് പെണ്ണുങ്ങൾ തലയിൽ പടച്ചറബേ തലയിൽ തട്ടമിട്ട് പർദ്ദയിട്ടിട്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ വേണ്ട രൂപത്തിൽ അള്ളാഹുവെ അംഗീകരിക്കാൻ കഴിയാതെ ഇസ്ലാമിനെ തെറി പറയുന്ന എത്ര ആളുകൾ. ഇസ്ലാമിന്റെ എന്തെങ്കിലും ശിആറുകൾ പറയുമ്പോൾ അങ്ങനെയല്ല, അത് വേണ്ടത് ഇങ്ങനെയാണ് എന്ന് സ്വന്തം യുക്തി കൊണ്ട് തിരുത്തിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ പറയുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ പല രൂപത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാന്റെ ദീനിനെ കളിയാക്കുന്നത് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവരുടെ പിന്നാലെയും മൈക്കയും പിടിച്ചിട്ട് സപ്പോർട്ടും ചെയ്തിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? മൈക്കം പിടിച്ചിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നടക്കുന്ന ചില ആളുകൾ. എന്നിട്ട് അവർ വലിയ സംഭവങ്ങളായിട്ട് പറയും, ഞാൻ ദീൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, എനിക്ക് അവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് എന്ന് പറയും അല്ലേ? അങ്ങനെ ചില ആളുകളെ നമ്മൾ കണ്ടു. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. മദ്രസയിലും പള്ളിയിലൊക്കെ പോയിട്ട് മോശത്തരം പഠിക്കുന്നത് ആരാ? എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരൻ്റെ സഹോദരൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അടുത്ത ജന്മത്തിൽ എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ, എനിക്ക് കഴിയുമെങ്കിൽ മദ്രസയിൽ പോയി പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ ഒരു സാഹിത്യകാരനാണ്. ആ സാഹിത്യം എന്നെ പഠിപ്പിച്ചത്, എനിക്ക് ഓർമ്മ തന്നത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നന്മകൾ തന്നിട്ടുള്ളത് അല്ലാഹുവേ പടച്ചവനെ മദ്രസയിൽ പോയി പഠിക്കുന്ന അവിടുത്തെ നന്മകളാണ്, ഇസ്ലാമിലെ നന്മകളാണ്. എൻ്റെ സാഹിത്യം എന്നെ പഠിപ്പിച്ചിരുന്ന അദ്ദേഹം പറയണ്ടായി. എനിക്ക് കഴിയുണ്ടെങ്കിൽ ഞാൻ ആ മദ്രസയിൽ പോയി പഠിക്കുമെന്ന് പറയുന്ന കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ, അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനിനെ പല രൂപത്തിൽ അല്ലാഹുവേ പടച്ചവനെ കളിയാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അതാ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്ക്, പടച്ചവനെ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും എടുത്തു നോക്കിയാൽ അള്ളാന്റെ ദീനിനെ പടച്ചവനെ പല രൂപത്തിൽ കളിയാക്കുന്നത്, കോരിത്തെരിപ്പിക്കുന്നത് കാണുകയാണ്. മറ്റുള്ള മതസ്ഥരെ അല്ലെങ്കിൽ മതത്തിന്റെ ഓരോ ശിആറുകളെ കളിയാക്കുന്നതിനേക്കാൾ, അവിടുന്ന് പടച്ചവനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത് പരിശുദ്ധമായ ദീനെയാണ്, അള്ളാന്റെ ദീനിനെയാണ്. എന്തേ കാര്യമെന്നറിയോ മോനെ? അത് ഞങ്ങൾക്കൊരു വിഷയമല്ല, അത് നമുക്കൊരു വിഷയമല്ല. കാരണം അള്ളാന്റെ പരിശുദ്ധമായ ദീനിനെ അള്ളാന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നുള്ള സമയത്ത് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അള്ളാന്റെ ദീൻ നിന്നവരൊരു കോട്ടം സംഭവിച്ചിട്ടില്ല. അന്നേ ശത്രുക്കൾ മുഴുവനും കളിയാക്കി തുടങ്ങി. അള്ളാന്റെ ദീനിന് പടച്ചവനെ ഒരിക്കലും തന്നെ ഒരു കോട്ടം സംഭവിക്കില്ല. കാരണം ഇത് അള്ളാന്റെ ദീനാ. ആരാ പടച്ചിട്ടുള്ളത്? ആരാ ഉണ്ടാക്കിയത്? ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹ്. ആ പടച്ച തമ്പുരാനാ പടച്ചവനെ ദീനില്, അള്ളാന്റെ ദീനല്ലേ, ആ ദീനിനെ സംരക്ഷിക്കുന്നവനാ ആ പടച്ച തമ്പുരാനായതുകൊണ്ട് ആര് തന്നെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും അള്ളാന്റെ ദീനിന് യാതൊരു കേടുപാടും സംഭവിക്കില്ല. അള്ളാന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുത്തു. ആ ഖുർആൻ എൻ്റെ പ്രിയമുള്ളവർ ഒരു കേടുപാടും കൂടാതെ ഇന്നും നിലനിൽക്കാനുള്ള കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാ മറ്റുള്ള ഗ്രന്ഥങ്ങൾ അല്ലാഹു തആല പറഞ്ഞല്ലോ, കേടുപാടുകൾ സംഭവിക്കും, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകും. എന്നാ വിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് ഞാനാ, ആ വിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കുന്നത് ഞാനാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിലോ എൻ്റെ പ്രിയമുള്ളവരെ, ആ വിശുദ്ധമായ ഖുർആൻ അത്രക്കും പവറുള്ളതാണ്. ഈ ഖുർആനിനെ നശിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ കരിവാരിത്തേക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ആർക്കാ കഴിയുന്നത്? ആർക്കും കഴിയില്ല. എന്നാൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എന്തെന്നറിയോ നിങ്ങൾ? ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ പർദ്ദയിട്ട് മക്കനയിട്ട് ചില ഉമ്മാമാരെ കാണാറുണ്ട്. പടച്ചവനെ ഒരു കയ്യിലൊരു മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് പറയും, ദേ ഞാനൊരു പാട്ട് പാടുകയാണ്, എന്നിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങും ചില പാട്ടുകൾ.
എന്നിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങും ചില പാട്ടുകൾ. എന്നിട്ട് ആ പാട്ടോ പടച്ചുറബെ കേട്ടാ നമുക്ക് ചിരി വരും. കുറെ സിനിമയിലും അവിടെ ഇവിടേക്കുള്ള പാട്ടുകൾ എടുത്ത് പാടിയിട്ട് വലിയ സംഭവമായെന്ന അവർ വിചാരം. ലൈക്കിന് വേണ്ടിയിട്ട്, ഷെയറിന് വേണ്ടിയിട്ട്, അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയിൽ തുറന്നിട്ട് ചില ഉമ്മാമമാർ പടച്ചവനെ തൊലിയൊക്കെ ചുക്ക് ചുളിഞ്ഞ് കണ്ണട പോലും ഇല്ലാതെ കണ്ണ് കാണൂല, അങ്ങനത്തെ ചില പ്രായം ചെന്ന ഉമ്മാമമാർ. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ പറഞ്ഞാൽ ഈ നമ്മളെ എടുത്തിട്ട് അവർ നമ്മളെ ട്രോളാൻ തുടങ്ങും അല്ലേ, ആ ചങ്ങാതി പറയുന്ന കണ്ടിട്ടോ എന്നും പറഞ്ഞിട്ട്. അങ്ങനത്തെ ഉമ്മാമമാര് ലൈവിൽ വരിക, വീഡിയോസിൽ വരിക, എന്നിട്ട് പറയുന്നത് ഞാനൊരു പാട്ട് പാടുകയാണ്. എന്നിട്ട് പാടുന്ന പാട്ട് കേട്ടാലോ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ചിരിച്ചു പോകും നമ്മൾ. അങ്ങനത്തെ പാട്ടും അങ്ങനത്തെ കഥകളുമായി എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ നടക്കുകയാ ചില ഉമ്മാമമാർ ഇന്നത്തെ കാലഘട്ടം. പഴയ പോലെ നല്ല ഇന്ന് അല്ലെ, ആകെ മാറിപ്പോയി, ഉമ്മാമമാരൊക്കെ ആകെ മാറിപ്പോയി. പണ്ടൊക്കെ ഉമ്മാമമാര് സ്വലാത്തും മാലയും പിടിച്ചിട്ട് മക്കൾക്ക് സ്വലാത്ത് പറഞ്ഞു കൊടുക്കും, ദിക്ർ പറഞ്ഞു കൊടുക്കും. ചൊല്ലടാ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറു നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയുള്ള പാട്ടുകൾ അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് ഇങ്ങനെ സ്വലാത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും കൊണ്ട് നടന്നിരുന്ന ഉമ്മാമമാർ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നേരെ തിരിച്ചിട്ടാ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. എന്നിട്ട് ഒരുപാട് ആളുകൾ ഉമ്മമാന്റെ പാട്ട് എന്നും പറഞ്ഞ് അതിന്റെ കൂടെ ഇങ്ങനെ നടക്കാൻ. അല്ലാഹുവേ, ആ പർദ്ദയൊന്ന് അയച്ചു വെച്ചൂടെ? ആ തലയിൽ കിടക്കുന്ന തട്ടവും ആ മോക്കനൊക്കെ എന്തിനാ വെറുതെ ഇട്ടിട്ട് പരിശുദ്ധ ദീനിനെ പറയുന്നേ? എന്നിട്ട് ഒരു പ്രസംഗം, ഒരു ഉസ്താദ് ദുആ ചെയ്യുന്നത് പോലെ ഒരു ഉമ്മാമ അങ്ങനെ പാട്ട് പാടുന്നുണ്ട്. കുറച്ച് ചങ്ങാതിമാർ അതിനെ എടുത്ത് ട്രോളുകയാ. ആ ഉമ്മാമ പറയുന്നതിന് ആമീൻ 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 എന്നും പറഞ്ഞിട്ട് അതും കണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവർ, ഈ ആമീൻ എന്ന് പറയുന്നതിനൊരു മഹത്വമുണ്ട്. അള്ളാഹിന്റെ പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ, നമ്മൾ ആമീൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോഴാണ് പടച്ചവനെ ആമീൻ പറയുന്നത്. അത് വല്ലാത്തൊരു വാക്കാ. അല്ലാഹുവിന്റെ ഖബൂലിയത്തിനെ സൂചിപ്പിക്കുന്ന പദമാണത്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എൻ്റെ പ്രിയമുള്ളവരെ, അതിനെ കളിയാക്കുന്നവര്, ആമീൻ പറഞ്ഞിട്ട് ആമീനോടുകൂടെ കളിയാക്കുന്നവര്, എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അല്ലാഹുവോട് പറയുകയാണ്, പടച്ച റബ്ബേ നീ ഒന്ന് ചെയ്യ. അല്ലാഹുവേ, ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്ക്. എല്ലാത്തിനും കഴിവുള്ളവനല്ലേ, നിനക്ക് കഴിയുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാ, ആമന്നാ ബിഖൈർ. അല്ലാഹുവോട് പടച്ച റബ്ബിനോട് ഖൈറിനെ ചോദിക്കുകയാ. പിന്നെയും പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ, ഇത് സ്വർഗ്ഗത്തിലൊരു പദവിയാണ്. ആമീൻ 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 എന്ന് പറയുന്നത് കൊണ്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നമുക്ക് വലിയ പദവി തരികയാണ്. അത് സ്വർഗ്ഗത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പദവിയാ. മാത്രമല്ല, മഹാനവറുകൾ വീണ്ടും പറയുന്നുണ്ട്, അത് ദുആഇന്റെ ഏറ്റവും വലിയൊരു ശക്തിയാണെന്ന്. ദുആഇന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ആമീൻ പറയുന്നതെന്ന് മഹാനവറുകൾ പറയുകയാ. അതിനെ കളിയാക്കുന്ന ആളുകള്, അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന, നിങ്ങൾ പറയുന്നത് അള്ളാന്റെ ദീനുമായി വെച്ചിട്ടാണ്. നിങ്ങൾ ആമീൻ പറഞ്ഞ് കളിയാക്കണ്ട. നിങ്ങൾക്ക് കളിയാക്കണമെങ്കിൽ നിങ്ങൾ കളിയാക്കിക്കോ, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം. പരിശുദ്ധ ദീൻ ഒരിക്കലും കളിയാക്കാൻ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അള്ളാന്റെ ദീൻ അവിടുന്ന് നന്മയ്ക്ക് വേണ്ടിയിട്ടാ പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിയുമെങ്കിൽ ആ ഉമ്മാനെ നമ്മൾ തിരുത്തണം. പഠിച്ചവനെ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഉമ്മയാണെങ്കിൽ ഉമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഗൗരവം എന്താണ്. അത് വെറുതെ എടുത്തിട്ട് നിങ്ങൾക്ക് കളിയാക്കാനുള്ളതല്ല. നിങ്ങൾ ഈ ദീനിന്റെ ശിആറും കാര്യങ്ങളും വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ അല്ലാഹനെ കളിയാക്കരുത്.
പടച്ചവനെ തലയിൽ തട്ടമിട്ടിട്ട് കളിയാക്കരുത്. നിങ്ങൾക്കിത് പടച്ചവനെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സൽപ്പേര് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നമുക്ക് മരിച്ചു കിടക്കുന്ന സമയത്ത് ആളുകൾ പറയണം, അല്ലാഹുവേ എന്ത് നന്മ ചെയ്തിരുന്ന ആളാണ് അല്ലാ എന്ന് നമ്മുടെ ആളുകൾ നമ്മെ കുറിച്ച് പറയണ്ടയോ? അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. കളിയാക്കുന്നവരെ നിങ്ങൾ ആമീൻ വെച്ചിട്ട് കളിയാക്കരുത്. നിങ്ങൾക്ക് വേറെന്തെങ്കിലും വെച്ചിട്ട് കളിയാക്കാതിരിക്കാം. പക്ഷെ അള്ളാന്റെ ദീനിന്റെ ശിആറുകൾ മനസ്സിലാക്കാതെ അല്ലാഹുവേ പടച്ചവനെ അത് വെച്ചിട്ട് അള്ളാനെ നിങ്ങൾ തരം താഴ്ത്തുന്ന രൂപത്തിൽ പരിശുദ്ധ ദീനിനെ കളിയാക്കി കൊണ്ടിരിക്കരുത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ. നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം